അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ ഖിയാമ 21-ാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വതദറൂന നിങ്ങൾ വിട്ടുകളയുകയും ചെയ്യുന്നു അൽ ആഖിറ പരലോകത്തെ. വതദറൂനൽ ആഖിറ നിങ്ങൾ പരലോകത്തെ വിട്ടുകളയുകയും ചെയ്യുന്നു. വതദറൂന നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു അൽ ആഖിറ പരലോകത്തെ. മുൻ സൂക്തത്തിൽ പരാമർശിച്ച ആജില എന്നതിൻ്റെ വിപരീതമായാണ് ആഖിറ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടം ഹുബ്ബ് ആജിലത്തിനാണ്, ഇഹലോകത്തെയാണ്. അക്കാരണത്താൽ പരലോകത്തെ നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നു. ഏതെങ്കിലും ഒന്നിന് അമിതമായ പ്രാധാന്യം നൽകുമ്പോൾ മറ്റൊന്ന് അവഗണിക്കപ്പെടുക സ്വാഭാവികം മാത്രമാണ്. ഈ ഇഹലോകത്ത് പെട്ടെന്ന് റിസൾട്ട് ലഭിക്കുന്ന, ആസ്വാദനങ്ങൾ ലഭിക്കുന്ന സംഗതികളുടെ പിറകെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. അവയെ ഒഴിവാക്കി പിന്നീട് ലഭിക്കാവുന്ന ഒരു നേട്ടത്തിന് വേണ്ടി ജീവിതത്തെ മാറ്റിപ്പണിയാൻ നിങ്ങൾ തയ്യാറല്ല. നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്ന, നിങ്ങൾ മുന്നറിയിപ്പ് നൽകുന്ന ആ പരലോകം എത്രമാത്രം വിദൂരമാണ് എന്നതാണ് നിങ്ങളുടെ കാഴ്ചപ്പാട്. ഇങ്ങനൊരു കാഴ്ചപ്പാട് ദുനിയാവിനെ സംബന്ധിച്ച് അമിതമായ സ്നേഹത്തിൽ നിന്നും ഉണ്ടായിത്തീർന്നതാണ്. ആഖിറത്ത് എന്നത് എത്ര വിദൂരയാണെങ്കിലും എന്തായാലും സംഭവിക്കുന്നതാണ്. എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് പരീക്ഷ വരുന്നതെങ്കിലും പരീക്ഷ സംഭവിക്കുക തന്നെ ചെയ്യും. അതിനാൽ പഠനം എന്ന് പറയുന്ന ഒന്നിനെ മുഖ്യമാക്കി ഞാൻ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനെ ബാധിക്കുന്ന രൂപത്തിലുള്ള ഒരു രസവും ഉല്ലാസവും ആസ്വാദനവും ആനന്ദവും അരുത്. ആനന്ദിക്കാം, ആസ്വദിക്കാം, ഉല്ലസിക്കാം, പക്ഷെ പരമപ്രധാനമായ ലക്ഷ്യത്തെ അത് ബാധിക്കരുത് എന്ന് ബുദ്ധിമാനായ ഒരു വിദ്യാർത്ഥി ചിന്തിക്കുന്നത് പോലെ ദുനിയാവിലെ രസങ്ങളും സുഖങ്ങളും ആസ്വാദനങ്ങളും ഒക്കെ ആകാം. അത് വിഹിതമാകണം, പാകത്തിനാകണം, പരലോകത്തെ ബാധിക്കാത്ത വിധത്തിലാവണം എന്ന് ഒരു ബുദ്ധിമാനായ വിശ്വാസി ചിന്തിക്കണം. പരലോകത്തെക്കുറിച്ച് പറയുമ്പോൾ ഖുർആൻ വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, അന്ത്യനാളിൽ പരലോകത്തിൽ അവർക്ക് യുഅ്മിനൂൻ വിശ്വാസമുള്ളവരാണ്, വിശ്വാസമുണ്ട് എന്നല്ല, യൂഖിനൂൻ യഖീനുള്ളവരാണ്, ഉറപ്പുള്ളവരാണ് എന്ന് പ്രത്യേകം പരാമർശിച്ചത് കാണാൻ കഴിയും. അഥവാ അടിയുറച്ച വിശ്വാസം, അങ്ങേയറ്റത്തെ ഉറപ്പ് പരലോകത്തിൻ്റെ വിഷയത്തിലില്ലെങ്കിൽ അത് പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുകയില്ല, അത് ജീവിതത്തെ നിയന്ത്രിക്കുകയില്ല. വിശ്വാസം വിശ്വാസത്തിൻ്റെ വഴിക്കും പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളുടെ വഴിക്കുമായിരിക്കും പോവുക. അതിനാൽ അന്ത്യനാളിൽ യൗമുൽ ഖിയാമയിൽ ആഖിറത്തിൽ പരലോകത്തിൽ അടിയുറച്ച വിശ്വാസവും ഉറപ്പും വേണം. അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായ ഒന്നിനു വേണ്ടി ഈ ഭൂമിയിലെ പലതിനെയും ത്യജിക്കാനും ഒഴിവാക്കാനുമുള്ള മനസ്സ് വിശ്വാസിക്ക് ലഭിക്കും. അത്തരമൊരു മനസ്സാണ് ലഭിക്കേണ്ടത്. അതില്ലാത്ത ആളുകളെ കുറിച്ചാണ് ഖുർആൻ ഇവിടെ പരാമർശിക്കുന്നത്. നിങ്ങൾക്ക് ഇഹലോകത്തെ വലിയ ഇഷ്ടമാണ്, പരലോകത്തെ നിങ്ങൾ പാടെ ഒഴിവാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന പരിണിതി എന്താണ് എന്ന് വരും സൂക്തങ്ങളിൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എത്ര തന്നെ മുന്നോട്ട് പോയാലും അവസാനം എത്തുക പരലോകത്തേക്കാണ്. എത്ര തന്നെ വലുതായാലും 6 അടി മണ്ണ് കാത്തിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് പരലോകയാത്ര ആരംഭിക്കുകയായി. ആ പരലോകത്തേക്ക് വേണ്ടി ഈ ജീവിതത്തെ മാറ്റി പണിയാനും ഈ ജീവിതം പരലോക ജീവിതത്തിലേക്കുള്ള വലിയ ഒരു കരുതിവപ്പായി മാറ്റാനും സാധ്യമായാൽ അവരാണ് വിജയിക്കുക. നാഥൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.